16 കൂട്ടം വിഭവങ്ങളുമായി ഒരു ഊണ് കഴിച്ചു വന്നതോ. അല്ല ഉച്ച സമയമാണ്. ഊണ് കഴിക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഊണ് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പ്ലേറ്റ് കൊണ്ട് വെച്ചു. ചൂടില്ല. ചൂടുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഓരോ കറികളായിട്ട് വന്നോടങ്ങിയാണ്. ആദ്യം തന്നെ സാമ്പാർ വെച്ചു. കൂട്ടുകറികളായി ഓരോ കറികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി മറ്റൊന്നായി. അങ്ങനെ അച്ചാറും ചമ്മന്തിയും പപ്പടവും ഉപ്പേരിയും എന്നു വേണ്ട ഒരു സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ. അതുകൂടാതെ പായസവും പപ്പടവും എല്ലാം അവസാനമാണ് ചോറ് വിളമ്പുന്നത്. അതിന് മുമ്പ് കൂട്ടുകറിലെല്ലാം എടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കി. രുചികരമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കണം. ഏറ്റവും അവസാനം എന്നോണം മോരും രസവും എല്ലാം വന്ന് ചേർണം. ഇനി ചോറിനായുള്ള എയ്റ്റിങ്ങാണ്. ആള് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതിനു മുമ്പേ കൂട്ടുകറിലെല്ലാം ഒന്നുകൂടി രുചിച്ച് നോക്കി ചോറുമ്പിയാണ്. ഇനി ഒരു യുദ്ധമായിരിക്കും. കാരണം ഇത്രയേറെ വിഭവങ്ങളുള്ള സദ്യ ഒരുപാട് ഇഷ്ടമാണ്. അതിന് കാരണം ഒരുപാട് വിഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാ വിഭവങ്ങളിൽ നിന്നും ഓരോ കുറച്ച് പോർഷനായിട്ടെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചു. എന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കി. ഇതിലാണെന്ന് നിങ്ങൾ പോലും പായൽ വെള്ളം ഓടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതാണ് ഈ സദ്യയിലെ നമ്മുടെ പ്രിയപ്പെട്ടായി മാറ്റുന്നത്. ഇതൊരു ഹെൽത്തി ഫുഡാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പലപ്പോഴും പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് കാരണം വയറിന് വേണ്ടതും വേണ്ടാത്തതുമായ പല കാര്യങ്ങളും ഈ ഹോട്ടലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളുണ്ട്. നമുക്കിതെല്ലാം രുചി ഉണ്ടാവും മതി. അതിൽ നിന്നും സാമ്പാറിൽ നിന്നും കൂട്ടുകറി തോരനും എല്ലാം വെച്ച് ഒന്നുകൂടിയും കഴിച്ചു നോക്കാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എന്നറിയില്ല. അത്രയേറെ രുചിയേണ്ടത്. നമ്മൾ യാത്രയൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട്. ഈ ഒരു ഫുഡ് നോർത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കി കിട്ടിയിരുന്നെങ്കിലാണ് അത്രയേറെ നമുക്ക് രുചിയുള്ള ഫുഡ്സ് ഒന്നും അവിടെ കിട്ടാറില്ല. അപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മൾ KSRTC ഉണ്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത കടകളിലൊക്കെ ഒന്ന് കയറി ഒരു ഫുഡ് കഴിച്ചുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അത് സ്വർഗത്തിൽ ചെന്നാക്കിട്ടോ എന്നറിയില്ല. ഉണ്ടായിരുന്ന ചോറ് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. വീണ്ടും കുറച്ച് ചോറ് കൂടെ വാങ്ങി. അത് കാരണം കുറച്ച് കറികൾ ബാക്കിയുണ്ട്. അതെല്ലാം ഒന്ന് തീർക്കണം എന്ന് കരുതിയിട്ടാണ്. അത്രമേൽ രുചിയുണ്ട്. വയറ് നിറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി കഴിക്കാമെന്ന് എത്തി. അവസാനമാണ് പായസം എടുത്തത്. നോടിക്കിടയിൽ അതും തീർത്തു. അതും രുചികരമാണ്. ഇത്രയേറെ വിഭവങ്ങളുണ്ട്. 17 മുകളിൽ. ഇതിനാകെ വരുന്നത് 179 രൂപ മാത്രമാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. നമ്മുടെ KSRTCയുടെ തൊട്ടു മുന്നിലുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഫുഡ് ഇരിക്കുന്നത്.